മോളെയും എന്റെ മോനെയും കൂടി ഒന്ന് നോക്കണോ? കണ്ണ് കാണാഞ്ഞിട്ടേ സോഡാക്കുപ്പിയുടെ ചില്ല് മൂക്കെ പിടിപ്പിച്ച് തപ്പി തറിഞ്ഞു നടക്കുന്നവളല്ലടോ തന്റെ മോള്. എന്റെ മോന്റെ എടുപ്പിനും മട്ടിനും തന്റെ മോള് പറ്റോടോ. രണ്ടുപേരും കൂടെ നിന്നാലേ കണ്ണ് കിട്ടാതിരിക്കാൻ കോല വെച്ചതാണെന്നല്ലേ തന്റെ മോളെ കണ്ട പറയൂ. നീ ഒന്ന് പോടി അവിടുന്ന്. ഇങ്ങോട്ട് നോക്കണോ? ഇനി എന്റെ മോന്റെ പുറകെ എങ്ങാനും വന്നാ അവളെ ഞാൻ ചവിട്ടിക്കൂട്ടെന്ന് പറഞ്ഞേക്ക് കേട്ടോ. തന്റെ മോക്കെ ആ ബീഡി കച്ചവടക്കാരനെ ചേരൂ. അതങ്ങേ ആർഭാടായിട്ട് അങ്ങ് നടത്തി കൊടുക്ക്. ഇവിടെ വന്നിനി എങ്ങാൻ വെല്ലുവിളിച്ചാലുണ്ടല്ലോ. അമ്മയോട് നിർത്താനല്ലേ പറഞ്ഞത്? നീ ഒന്ന് പോടാ. ഒന്ന് വിളിച്ചോണ്ട് പോടി. ദൈവാധീനം കൊണ്ടാ എന്റെ മകൾ ഈ മറുതേറ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. മറുതേന്റെ പെണ്ണുപിള്ളയാണോ? അവരെ പോയി വിളിക്കണോ? അമ്മ ഇത്രയും തരം താഴരുത്. എന്തൊക്കെയാ വിളിച്ച് പറയുന്നത്? എന്റെ കുടുംബത്തിൽ വന്ന് വെല്ലുവിളിച്ചിട്ടല്ലേ? അയാള് വെല്ലുവിളിച്ചത് എന്നെയല്ലേ? എന്നിട്ട് ഞാൻ അയാളോട് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞോ? എടാ നിനക്ക് ഈ മസിൽ മാത്രമേ ഉള്ളൂ, ധൈര്യം ഇല്ല. അതുകൊണ്ടാ അമ്മ കുടുംബത്ത് കയറി വന്നവരോട് മാന്യമായിട്ട് പെരുമാറണം. അയ്യോ നീ എന്നെ മാന്യതൊന്നും പഠിപ്പിക്കണ്ട. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഇവിടെ വന്ന എന്റെ മക്കളെ എന്തെങ്കിലും പറഞ്ഞവൻ മേടിച്ചോണ്ടേ പോവൂ. അതിനെ ഞാൻ എത്ര തറിയാവാനും എനിക്ക് മടിയില്ല. അവളാരുടെ ഭൂലോക രംഭയാ. അവളുടെ പേര് പോലെ ഈ വീട്ടിൽ മിണ്ടി പോരുത്, മനസ്സിലായടാ? അമ്മ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇത്രയും ദിവസം പറഞ്ഞോണ്ട് നടന്നേ. ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോ ഇതാണ് പറയണത്. ദേ ഇവനെ അവളെക്കാൾ നല്ല കിളി പോലത്തെ പെണ്ണുങ്ങളെ കിട്ടും. കേട്ടല്ലോ? അമ്മേ എന്താടി? അമ്മേ ഏട്ടത്തി ഇവിടെ ഉണ്ടല്ലോ. മുരളേട്ടൻ എന്തിനാ വേറൊരു കല്യാണം? ഏട്ടത്തി തന്നെ നമുക്ക്. അവളുടെ പേര് പോലും ഇവിടെ മിണ്ടി പോരുത്. അതൊക്കെ കഴിഞ്ഞ കഥയാ. അല്ല നിനക്കെന്താ അവളോട് ഇത്ര വലിയ പ്രേമം? ഇവിടെ ഞാൻ പറയുന്ന പോലെ ജീവിച്ചാ മതി, കേട്ടോടി? നീ വിഷമിക്കണടാ. ഗൗരിയുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് നിന്റെ കല്യാണം ഞാൻ നടത്തും. ഗൗരിയച്ചയുടെ കല്യാണം നാളെയാ. അതിനു മുമ്പ് അമ്മ എങ്ങനെയാ ഏട്ടന്റെ കല്യാണം നടത്താൻ പോകുന്നേ? ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ കല്യാണം കഴിക്കുന്നില്ല, സന്യസിക്കാൻ പോവാ. പോരെ? എനിക്ക് വേണ്ടി പെണ്ണ് അന്വേഷിച്ചും അവരുടെ വീട്ടുകാരോട് വഴക്കടിച്ചും അമ്മ ബുദ്ധിമുട്ടണ്ട. കേട്ടല്ലോ? ആർക്ക് വേണ്ടി ഞാൻ ഈ വായിട്ട് അലക്കുന്നത്? അതിന്റെ കൂലി എനിക്ക് കിട്ടിയത് കണ്ടില്ലേ? നിനക്ക് വേണ്ടി നാണം കെട്ട് പെണ്ണ് ചോദിക്കാൻ ചെന്നവളാ ഞാൻ. അവളെ കിട്ടാതെ പോയതേ നിന്റെ കയ്യിൽ പോണ്ട് മാത്ര. അതെന്റെ മേല് പഴിചാരാൻ നിക്കണ്ട. എന്ത് കാണാൻ നോക്കി നിക്കടി? കേറിപ്പൊടിയാത്ത് രണ്ടും നിന്നോളൂ അങ്ങനെ. പ്രഭ, എന്തായി ജാനകി? റൂമിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യോ? ഇന്നോ നാളെയോ മാറ്റാം. അല്ല, എങ്ങനെയാകും ഇംപ്രൂവ്മെന്റ്? സംസാരിക്കാനും നടക്കാനും ഒക്കെ ഇനി എത്ര കാലത്തെ ട്രീറ്റ്മെന്റ് വേണ്ടിവരും? അതിന് സമയമെടുക്കും പ്രഭ. ചിലവർക്ക് പെട്ടെന്ന് കഴിഞ്ഞു എന്ന് വരാം, ചിലർക്ക് കുറെ സമയമെടുക്കാനും മതി. നല്ല ക്ഷമയോടെയുള്ള പരിചരണമാണ് ഇനി അങ്ങോട്ട് വേണ്ടത്. പഴയതുപോലെ ആകുമെന്നുള്ള വിശ്വാസം സിദ്ധുവിൽ ഉണ്ടാക്കിയെടുക്കണം. ചിലപ്പോ ഒരു സുപ്രഭാതത്തിൽ ആള് നോർമലാകാം. അങ്ങനെ സംഭവിച്ച കേസുകളും ഉണ്ടായിട്ടുണ്ട്. ക്ഷമയോടുകൂടി കാത്തിരുന്നേ പറ്റൂ. ഇതിനിടയ്ക്ക് ദേവിക വന്നു കയറിയത് ശരിക്കും വലിയ തലവേദനയായി. 24 മണിക്കൂറും സിദ്ധുവിനെ പൊതിഞ്ഞു പിടിച്ച അവളുടെ നിൽപ്പ്
ഡോക്ടേഴ്സ് കാര്യങ്ങൾ പറയാൻ അവളെ വിളിക്കുന്നത്. ഭാര്യയായി ഞാൻ നിൽക്കുമ്പോ അതൊന്നും വകവെക്കാതെ അവള് കാര്യങ്ങളങ്ങ് ഏറ്റെടുത്ത രീതിയാ. എത്രയൊക്കെ റഫായി പറഞ്ഞിട്ടും അവൾ പോവാൻ തയ്യാറല്ല. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എന്താ അവള് പറയുന്നത്? സിദ്ധു അവളോട് ഇവിടം വിട്ടു പോകരുതെന്ന് പറഞ്ഞു എന്നാ പറയുന്നത്. ഓ, എനിക്ക് തോന്നുന്നില്ല കോൺഷ്യസ് ആയാൽ സിദ്ധു ഇവളെ പോലെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് സംസാരിക്കില്ല. ആ ധൈര്യത്തിൽ അവളെ എന്നോടും എതിർത്ത് സംസാരിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ജാനകി അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ പ്രഭ? അവളുടെ പ്രസൻസ് സിദ്ധുവിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കണ്ടീഷനിൽ പേഷ്യന്റിന്റെ മനസ്സ് ഒരാളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ എവിടെ നിന്ന് മാറ്റാതിരിക്കുക എന്നുള്ളതാ ഞങ്ങളുടെ രീതി. അത് ബലം പ്രയോഗിച്ച് മറ്റൊരാളിലേക്ക് മാറ്റാനൊന്നും പറ്റില്ല. അതുകൊണ്ടാ അവൾ എപ്പോഴും സിദ്ധുവിന്റെ കൂടെ വേണമെന്ന് ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോ അവളെ തൽക്കാലം ഒഴിവാക്കാൻ പറ്റില്ലെന്നാണോ ജാനകി പറയുന്നത്? നോ, എപ്പോ വേണമെങ്കിലും പ്രഭയ്ക്ക് അവളെ പറഞ്ഞുവിടാം. ഇവിടെ ആരും ഒന്നും പറയില്ല. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. പ്രഭയുടെ വാശി മാത്രമേ ജയിക്കൂ. സിദ്ധുവിന്റെ തിരിച്ചുവരവിന് ഒരു പ്രതീക്ഷയും ഇല്ലാതാകും. ദേവികയെക്കുറിച്ചുള്ള ആകുലതയാണ്, അവളുടെ ശബ്ദവും പ്രസൻസുമാണ് സിദ്ധുവിനെ മരണത്തിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ ബലം പ്രയോഗിച്ച് അവളെ ഒഴിവാക്കിയാൽ അതൊരു വാർത്തയാകാനും മതി. തന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. കുറച്ചുകൂടി ക്ഷമിക്ക്. ഹോസ്പിറ്റലിൽ നിന്ന് അവളെ ഒഴിവാക്കാൻ നോക്കണ്ട. ഡിസ്ചാർജ് വരെ അവൾ ഇവിടെ ഇതുപോലെ നിൽക്കട്ടെ. അതാണ് ബുദ്ധി. താൻ ചെന്ന് റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് ICU വരെ പോയിട്ട് വരാം. അതെ, ഇവിടെ തന്നെ ഇങ്ങനെ സദാ നേരം നിൽക്കണ്ട. റൂമിൽ പോയി കുറച്ചു നേരം കിടന്നോളൂ. വേണ്ട ആന്റി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. അത് വേണ്ട. അവിടെ ഇരുന്നാ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എപ്പോഴാ എന്നെ വിളിക്കുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഞാനിവിടെ ഇല്ലെങ്കിൽ സാറിന് വിഷമാവും. ശരി, നിന്റെ ഇഷ്ടം. അകത്തെ പേഷ്യന്റിനെ ഞങ്ങൾ നോക്കും. പുറത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡറിനെ നോക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒറ്റ ഇരിപ്പരുന്ന് അസുഖമൊന്നും വരുത്തി വെക്കരുത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആന്റി, ഞാനൊന്ന് സാറിനെ കണ്ടോട്ടെ? ഇപ്പൊ പറ്റില്ല ദേവിക. അത്യാവശ്യം ഉണ്ടെങ്കിലേ കയറാൻ പെർമിഷൻ ഉള്ളൂ. സിദ്ധാർത്ഥൻ ഒരു VVIP പേഷ്യന്റ് ആണ്, അത് മറക്കരുത്. റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഇന്നോ നാളെയോ മാറ്റും. അപ്പൊ പിന്നെ എപ്പോഴും കാണാമല്ലോ. റൂമിലേക്ക് മാറ്റിയാൽ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടാവണം. ഡോക്ടർ വിശദമായിട്ട് പറഞ്ഞു തരും. ഓക്കെ?
ചന്ദ്ര ആ ചന്ദ്ര എന്താ രാവിലെ തന്നെ ഇത് എങ്ങോട്ടാ? ഒന്നും കഴിച്ചില്ലല്ലോ. ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധുവിനെ റൂമിലേക്ക് മാറ്റുക. ആണോ? ഈശ്വര, അപ്പോ ആൾക്ക് നല്ലപോലെ ഭേദമായിട്ടുണ്ടാവൂല്ലേ? ജീവനോടെ ഉണ്ടെന്നേ ഉള്ളൂ. പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ സമയം ഇനി എടുക്കും. വേറെ ട്രീറ്റ്മെന്റ് വല്ലതും നോക്കാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു. അതിന്റെ ആവശ്യമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടല്ലോ. ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല. നല്ല സമയമെടുക്കും. ഹെഡ് ഇഞ്ചുറിയല്ലേ ഉണ്ടായിരിക്കുന്നേ, അതാ പ്രശ്നം. ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോവാ. മോളോടി വാ. സോറി അച്ഛാ, ഇന്നെനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? നീ അച്ഛൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ഓഹ് എന്റെ ചന്ദ്രേ, ഒരു കാര്യം പറയുമ്പോ അതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. മോള് പറ, ഇന്നെന്താ സീരിയസ് മാറ്റർ? ഒരു നോർത്ത് ഇന്ത്യൻ കമ്പനിയായിട്ട് കൊളാബ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതിന്റെ മീറ്റിംഗ് എന്നാ. നിനക്കെപ്പോഴും മീറ്റിംഗും തിരക്കൊക്കെ ആണല്ലോ. അച്ഛാ, ഞാൻ പിന്നെ എന്ത് വേണം? മീറ്റിംഗ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അച്ഛൻ തന്നെ വിളിച്ചു പറഞ്ഞു. വേണ്ട വേണ്ട വേണ്ട. അപ്പൊ മീറ്റിംഗ് കഴിഞ്ഞാ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ എത്താം. ഓക്കെ? ആ മിഥുൻ, നീ നേരെ അങ്ങോട്ട് എത്തിക്കോ. ഞാൻ ദാ ഇറങ്ങാം കേട്ടോ. ഇവളിങ്ങനെ വിട്ട അവൾ ഓഫീസ് കാര്യത്തിന് പോവല്ലേ? പോയിക്കോട്ടെ. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് എപ്പോ വരും? വേഗം മടങ്ങുവാണെങ്കിൽ ഞാനും കൂടി വരായിരുന്നു. ഇല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നേരെ പാർട്ടി ഓഫീസിലേക്ക് പോകും. ഒരു അടിയന്തര കമ്മിറ്റി ഉണ്ട്. എന്താ? സിദ്ധുവിന്റെ കാര്യം തന്നെയാ. ഈ കണ്ടീഷൻ കുറച്ചുനാൾ തുടരുമെന്നുള്ളതുകൊണ്ട് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാനാ. എന്തായി തീരുമെന്ന് അറിയില്ല. എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചെങ്കിലേ ആ കറിയും കൂടി ഒരു പാത്രത്തിൽ എടുക്ക. നീ ആരെ കെട്ടിക്കുന്ന കാര്യം ആലോചിച്ചോണ്ടിരിക്കണത്? നീ എന്തുവാ ആലോചിച്ച് കൂട്ടുന്നേന്ന്? സാറിന് രാവിലെ കാപ്പി കൊടുത്തു വിടണ്ടേ? വേണം. ഇഡ്ഡലി എടുത്തു വെച്ചോ? എടുത്തു വെക്കുമല്ലേ? കറി എടുത്തു വെക്കാൻ ഞാൻ പ്രത്യേകം പറയണോ? എനിക്ക് നല്ല ബോധമുണ്ട്. അതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. എടി ഭാർഗവി, സാറിന് ആദ്യം അപകടം ഉണ്ടായി ബോധമില്ലാതെ ആശുപത്രി കിടന്നപ്പോ ആരെ കാണണമെന്നാ സാർ ആദ്യം പറഞ്ഞത്? പ്രഭകുഞ്ഞിനെ. ഇപ്പോഴോ? ദേവികെ. അതെന്താ? പ്രഭകുഞ്ഞ് ഇപ്പൊ ഭാര്യയല്ലേ? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഭാര്യ മക്കളും ഉള്ളപ്പോ ദേവിക എന്തിനാ വിളിച്ചതെന്നൊരു സംശയം. ഈശ്വര, ഇവൾക്കും അങ്ങനെ സംശയം തോന്നിയോ? ആർക്കാണേലും അങ്ങനെ സംശയം തോന്നും. എന്താ നിന്റെ സംശയം? അത് പറയാം. അതിനുമുമ്പ് ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. ചോദിക്കേ. രാവിലെ കേറി വരൂ പണിക്കാണെന്നും പറഞ്ഞു. മുരളി അവളെ കെട്ടിക്കൊണ്ട് വന്നിട്ട് ആ ഒരു കാര്യം നീ മിണ്ടരുത്. അവര് തമ്മിൽ പിരിഞ്ഞതാ. ഇനിയൊരു ബന്ധവും ഇല്ല. അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഭാര്യയും ഭർത്താവും ആണെന്ന് പറഞ്ഞ് കുറെ കാലം നിന്റെ വീട്ടിൽ അവരുണ്ടായിരുന്നല്ലോ. അതിന് എന്നിട്ട് അവർ ഒരു മുറിയിൽ കഴിഞ്ഞിട്ടുണ്ടോ? അവളുടെ ദേഹത്ത് അവനൊന്ന് തൊടുന്നത് നീ കണ്ടിട്ടുണ്ടോ? എടി, കണ്ടിട്ടുണ്ടോന്ന്? ഇല്ല. എന്താ കാര്യം? തൊട്ടു പോകരുതെന്ന് ഇവിടുത്തെ സാറും നന്ദമോനും അവനോട് പറഞ്ഞിട്ടുണ്ട്. അതാ കാര്യം. അവരെന്തിനാ അങ്ങനെ പറയണേ? എടി, അവരെന്തിനാ അങ്ങനെ പറയണതെന്ന്? നീ എന്നെ മാന്തി പറിക്കാനൊന്നും വരണ്ട. ദേവിക മോളെ കാണണമെന്ന് സാറ് പറഞ്ഞതും ഈ കാര്യവും കൂടി ഒന്ന് ചേർത്ത് വായിച്ചാൽ നിനക്ക് കാര്യം പിടികിട്ടും. നീ എന്തൊക്കെയാ ഈ പറയണത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം അങ്ങ് പറയാം. നീ പറ. ദേവിക സാറിന്റെ മോളാ. ഒളിസേവയിലുണ്ടായതാ. തെമ്മാടിത്തരം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ നാക്കിയാൻ ചവിട്ടി പിഴുതെടുക്കും. പറഞ്ഞതെന്ന് വേണ്ട. നീ കലി തുള്ളിട്ടൊന്നും കാര്യമില്ല. ആർക്കാണല്ലോ അബദ്ധം പറ്റും. അത് പിച്ചക്കാരനെന്നോ രാജാവെന്നോ മന്ത്രിയെന്നോ ഉള്ള വേർതിരിവൊന്നും ഇല്ല. അതാ അതിന്റെ ഒരു രീതി. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്ക്.
മോളാണെന്നും പറഞ്ഞ് അവളെ നേരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറ്റത്തില്ല. പതുക്കെ പതുക്കെ ഇവിടെ കേറ്റാൻ വേണ്ടിട്ടാ ദേവിക മുരളിയുടെ ഭാര്യയാണെന്നും പറഞ്ഞ് നിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയത്. അപ്പൊ മുരളിക്ക് നന്ദമോനും ഇതറിയാന്നാണോ നീ പറയണത്? അച്ഛൻ മോനോട് സത്യം പറഞ്ഞു കാണും. അവര് വലിയ കമ്പനിയാണല്ലോ. പിന്നെ മുരളിയും കൂടെ കൂട്ടത്തിൽ ചേർന്ന് ഒരു നാടകം അങ്ങ് നടത്തി. അത്രേ ഉള്ളു കാര്യം. മുരളിയുടെ അവിടെയും കല്യാണം പ്രഭപാഠം നടത്താൻ തുടങ്ങിയപ്പം അവിടെ എന്തിനാ ഒളിച്ചോടിയത്? എന്തിനാ വിഷം കഴിച്ചത്? എന്തിനാ സാറ് തന്നെ പോയി മംഗലശ്ശേരിന്ന് അവളെ കൊണ്ടുവന്നത്? നിന്റെ തലയ്ക്കകത്ത് വല്ലതും ഉണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം കണ്ടുപിടിക്ക്. അവളെ തലയും കൊണ്ട് നടക്കുന്നു. നിന്റെ പൊന്നാര മോനുണ്ടല്ലോ മുരളി, അവൻ പഠിച്ച കള്ളനാ, വിളഞ്ഞ വിത്ത, അവനെല്ലാം അറിയാം. നിന്റെ മുന്നിൽ അവൻ നാടകം കളിക്കുക. നീ ഇങ്ങനൊരു മണ്ടിയായി പോയല്ലോടി, നാണക്കേട്. ഗൗരി, വണ്ടി കയറ്, പോവാം. വീടിവിടെ അടുത്തല്ലേ, ഞാൻ നടന്നു വെക്കോളാം. സവാരി പോവാനല്ല വിളിച്ചത്, എന്റെ വീട്ടിലേക്ക് പോവാനാ. ഓ അങ്ങനെ. അമ്പലത്തിൽ പോകുന്നു പറഞ്ഞാ ഞാൻ ഇറങ്ങിയ. അമ്മ കാത്തിരിക്കും. എനിക്ക് തിരിച്ചു ചെന്നേ പറ്റൂ. എങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരാം. വിളിച്ചാ നീ എന്റെ കൂടെ ഇറങ്ങി വരുമോ? ഇന്ന് പുലർച്ചെ ഉണ്ടായ തീരുമാനമാണോ? ഈ ഭൂതോദയം എന്നൊക്കെ പറയുന്ന പോലെ അതാണ് സംഭവം. മഴ നനയണ്ട. കളിയാക്കണ്ട, ചോദിച്ചതിന് സമാധാനം പറ. കളിയാക്കിയതാണെന്ന് മനസ്സിലായല്ലേ? ഇനി ഞാനതിന് മറുപടി പറയണോ? പറയണം. നീ പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. ഈ ചോദ്യം ഒരുപാട് വൈകിപ്പോയി മുരളിയേട്ടാ. കുറച്ചു മുൻപ് വരെ ഇങ്ങനൊരു ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വീട്ടിൽ വന്ന് വിളിച്ച ആ നിമിഷം ഞാൻ കൂടെ വന്നേനെ. എന്ന് വെച്ചാ ഇനി പറ്റില്ലെന്നാണോ? പറ്റുമോ? മുരളിയേട്ടൻ തന്നെ പറ. 2 പെങ്ങന്മാരില്ലേ വീട്ടില്? കല്യാണത്തിന്റെ തലേ ദിവസം ഇറങ്ങിപ്പോയ മുരളിയേട്ടൻ എന്ത് ചെയ്യും? പറ. അവള് പോയി രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ടിരിക്കൂ? ഇടി, ഇത് അങ്ങനെ അല്ലല്ലോ. അങ്ങനെ തന്നെയാണ്. ഈ ഒരു മനക്കേട് ഏതൊരു വീട്ടിലും ഒരുപോലെ തന്നെയാ. ഇടി, ഞാൻ പറഞ്ഞ നമ്മുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നുള്ളതല്ലേ. ദേവികയുടെ ഒറ്റ കാര്യം പറഞ്ഞല്ലേ നിന്റെ അച്ഛൻ വാശി പിടിക്കുന്നത്? അതെ, അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവര് പറയുന്നത് ന്യായമല്ലേ? അവരെങ്ങനെയാ മുരളിയേട്ടൻ എന്നെ കല്യാണം കഴിപ്പിച്ചു തരുന്നത്? എന്തുറപ്പില്ല? അങ്കിൾ, നീ അപകടം പറ്റിയതുകൊണ്ടല്ലേ ദേവിക? അത് തന്നെയാ നമ്മുടെയും പ്രശ്നം. ഇനി തൽക്കാലത്തേക്ക് പ്രഭാവതി അമ്മയ്ക്ക് ആരെയും പേടിക്കണ്ട. സാറ് കിടക്കയിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുന്നേ പ്രഭാവതി അമ്മ നന്ദന്റെയും മീരയുടെയും കല്യാണം നടത്തും. മംഗലശ്ശേരിക്കിനി ദേവിക തിരിച്ചു പോവില്ല. പിന്നെ എന്താ ചെയ്യാ മുരളിയേട്ട? ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാ. ഞാൻ നിന്നെ വിളിക്കുന്നത് ഇപ്പോഴാ. ഇന്ന് എന്റെ കൂടെ വന്ന നീ എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിലുണ്ടാവും. ദേവികയുടെ കാര്യമൊക്കെ നന്ദ നോക്കിക്കോളും. ഇത്രയും ചങ്കൂറ്റം ഒരാഴ്ച മുന്നേ കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി എനിക്ക് വരാൻ പറ്റില്ല. എടി, അതിന്റെ കാരണം എന്താ? പലചരക്ക് കടക്കാരൻ പോത്തിന്റെ കൂടെ ജീവിക്കാൻ നീ മാനസികമായിട്ട് തയ്യാറെടുത്തോ? കൊള്ളാം. ഇങ്ങനൊരു ചോദ്യമെങ്കിലും മുരളിയേട്ടൻ ഒഴിവാക്കായിരുന്നു. എനിക്കതിന് കഴിയില്ലെന്ന്
എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നത് മുരളേട്ടനാണെന്നാണ് ഞാൻ ഇതുവരെ വിശ്വസിച്ചത്. ആശിച്ചത് കിട്ടില്ലെന്ന് കണ്ട എന്തും വിളിച്ചു പറയും. അത് ഭൂരിഭാഗം ആണുങ്ങളുടെ സ്വഭാവം. മുരളേട്ടനും ആ കൂട്ടത്തില. കൊള്ളാം. ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. നിനക്കത് എങ്ങനെ പറ്റും? ഇനി എനിക്കതിന് നിന്ന് കൊടുത്തേ പറ്റൂ. അയാൾ എന്തു ആയിക്കോട്ടെ, അവരീ കല്യാണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. ആളുകളെല്ലാം വിളിച്ചു. സതീഷേട്ടന്റെ വീട് എന്നെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പിന്നെ എന്റെ അച്ഛനും അമ്മയും. ഇനിയെങ്കിലും ഞാൻ അവരോട് അല്പം ദയ കാണിക്കണ്ടേ? ഒരിക്കൽ എല്ലാം ഇതുപോലെ ഒരുക്കിയത്. അത് എന്റെ സ്വഭാവദൂഷ്യം പറഞ്ഞു മുടക്കി. അത് വലിയ മാനക്കേടായി. മുരളേട്ടനറിയോ, ഞാനും അച്ഛനും തമ്മിൽ കൂട്ടുകാരെ പോലെയായിരുന്നു. എന്നെക്കുറിച്ച് വലിയ അഭിമാനമായിരുന്നു അച്ഛന്. ആ സംഭവം കഴിഞ്ഞ പിന്നെ എന്റെ മുഖത്തേക്ക് ഒരിക്കൽ പോലും അച്ഛൻ നോക്കിയിട്ടില്ല. ഇനി ഇതും കൂടെ മുടങ്ങിയ അച്ഛൻ ജീവൻ ഒടുക്കും. അല്ലെങ്കിൽ ആ പാവത്തിന്റെ മാനസിക നില തെറ്റിപ്പോവും. ആ ശാപം കൊണ്ട് മരണം വരെ നേറി നേറി ജീവിക്കുന്നതിലും ഭേദം എല്ലാം സ്വയം അങ്ങ് സഹിക്കുകയല്ലേ. അവരെങ്കിലും സന്തോഷമായിട്ടിരിക്കട്ടെ. കുറച്ച് തീരുമാനമോ അല്ലേ? അല്ല, തീരുമാനമല്ല, എന്റെ ഗതികേട് തന്നെയാ. ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. അത് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ അംഗീകരിച്ചാൽ മതി. ഇപ്പൊ ഈ കല്യാണം മുടങ്ങിപ്പോയാ അതിന്റെ പേരിൽ അവർ കുറച്ചു ദിവസം വിഷമിക്കുമായിരിക്കും. അത് കഴിഞ്ഞിട്ട് അവരതങ്ങ് മറക്കും. പക്ഷെ ഇത് നടന്നാൽ അവർക്കും എനിക്കും മരണം വരെ ദുഃഖിക്കാനേ സമയം കാണും. നിന്നെ പോലൊരു പെണ്ണിന് ഒരു ദിവസം പോലും അയാളെ സഹിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, നീ എന്റെ ആണെന്ന് ഞാനും നീയും മനസ്സിൽ പറഞ്ഞുറപ്പിച്ചതാ. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. അങ്ങനൊരു ജീവിതം ഉണ്ടാവില്ല.